നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലും കുറിക്കാൻ വേണം തോന്നുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കിക്കോ. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് 2 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു 1/4 വേവായി കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി മാക്രോണീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇതെനി കൈവച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയിൽ ഈ മാക്രോണി നന്നായിട്ട് കൂട്ടാകുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തതായതുകൊണ്ട് പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടേ വേണ്ടു. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു പാക്കറ്റ് മാഗി മസാല കൂടി ഇട്ട് കൊടുക്കാം. പൊടികൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ മതിയാവും. ചായൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.